ഹലോ! ഇന്ന് ഷമാം വെച്ചുകൊണ്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സോഫ്റ്റ് റെസിപ്പി എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം ഒരു മസ്ക് മെലൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഷമാം എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം വീണ്ടും കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളെപ്പോഴും മസ്ക് മെലൺ എടുക്കുമ്പോൾ നടുക്കത്തെ ഈ ഒരു ഭാഗം കുറച്ച് തൊലിയോട് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ കുരു എല്ലാം കൂടെ. അത് അതിനകത്ത് പറ്റിയിരിക്കുകയാണെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കയ്പ്പ് കൂടും. പിന്നെ അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ അത്യാവശ്യം വലിയൊരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ഒരു ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടുന്ന കാര്യമല്ല. ഇനി ഞാനിവിടെ എടുക്കുന്ന ബൗളിൻ്റെ അളവിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ ഷമാം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേ ബൗളിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വരണം. ഇതെല്ലാം അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഷമാം ഫ്രൂട്ടിനകത്ത് നല്ല വെള്ളത്തിൻ്റെ അളവുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്റർ വേണം കേക്കിന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇനി ഒരു കേക്കിൻ്റെ മോൾഡ് എടുക്കുക. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം നല്ല ഹെൽത്തി ആണല്ലോ എള്ള്. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ള ആ കേക്കിൻ്റെ മുകളിലേക്ക് പറ്റിയിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അത്യാവശ്യം കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് മുകൾ ഭാഗം സ്പൂൺ കൊണ്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഇനി ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അവനിലൊന്നും അല്ല, സാധാ ചീനച്ചട്ടി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു തിരിവ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്ത് നല്ല ആവിയൊന്നും വെളി പോകാത്ത രീതിയിൽ അടച്ചു കൊടുക്കുക. ഒരു 35 മുതൽ 40 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. 35 മിനിറ്റ് ആകുമ്പോഴേ നിങ്ങൾ തുറന്ന് നോക്കണം എന്തോ ഇല്ലയോ എന്ന്. പലരുടെയും മൈദയുടെയൊക്കെ എടുക്കുന്നത് വ്യത്യസ്തമല്ലേ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 35 മിനിറ്റ് ആകുമ്പോൾ എന്തായാലും ഒന്ന് തുറന്ന് നോക്കുക. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്ക്, കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നമുക്ക് ഒരു വെറൈറ്റി ആയിക്ക് ഈ ഒരു നോമ്പ് തുറയ്ക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഈ ഒരു ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പറയാതെ ആരും അറിയില്ല. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി വേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം നമ്മൾ എന്ത് ചേർക്കാം, ഗോതമ്പ് പൊടി ചേർക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ കുറച്ച് കളർ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റിനൊന്നും വലിയ കുറവൊന്നുമില്ല. സംഭവം ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മുട്ടയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.